ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. പരവൂരിന് മാത്രമല്ല, കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളിലേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. എറണാകുളത്തിന്റെ സ്നേഹവും ആത്മീയതയും നിറഞ്ഞ വേദിയിൽ മലയാള സിനിമയുടെ മഹാതാരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും എത്തി ഒരേ വേദിയിൽ. കേരളത്തിന്റെ പുരോഗതിക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയും സഹകരണവും അവർ നൽകുമെന്ന് വ്യക്തമാക്കി. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഭരണമാണ് ശക്തിയെന്ന് പറഞ്ഞ ഇരുവരും VD സതീശൻ മുന്നോട്ട് വെക്കുന്ന ജനകീയ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിച്ചു. കലയും രാഷ്ട്രീയവും സമൂഹ നന്മക്കായി കൈകോർക്കുന്ന ഈ അപൂർവ നിമിഷം എറണാകുളം ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. കേരളത്തിന്റെ പ്രിയ താരങ്ങൾ ഒന്നിക്കുന്ന ഈ ദൃശ്യം UDF സർക്കാരിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശന് വലിയ ശക്തിയായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇന്ന് കൊച്ചിയിലും പറവൂരിലും സ്വീകരണമായിരുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പറവൂരിൽ ജനങ്ങളെ സാക്ഷിയാക്കി ചില പ്രഖ്യാപനങ്ങൾ കൂടി VD സതീശൻ നടത്തി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും എന്നാണ് ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം. ധനകാര്യ വകുപ്പ് വെല്ലുവിളിയായതുകൊണ്ടാണ് അത് താൻ ഏറ്റെടുത്തത്. ഒരുപാട് ലക്ഷ്യമുണ്ട്, എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ടീമായി പ്രവർത്തിക്കണമെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നിൽക്കുന്നത്. 2 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും 17 മിനി പോർട്ടുകളും 600 കിലോമീറ്റർ അറബിക്കടലുമുള്ള ഈ കേരളത്തെ നമ്മളൊരു തുറമുഖ നഗരമാക്കി മാറ്റും. തുടങ്ങും ഇപ്പോൾ തന്നെ. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും. എന്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം തേടി, തൊഴിൽ തേടി ലക്ഷങ്ങൾ അവർ വിദേശത്തേക്ക് പോകുന്നതിന് കുറവ് വരുത്തും. ജനങ്ങളെ ദ്രോഹിക്കാതെ, ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മെച്ചപ്പെടുത്തും. പാവപ്പെട്ടവനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിലുണ്ടാകുന്നത്. മുഖ്യമന്ത്രി VD സതീശന് സ്നേഹോഷ്മുള്ള സ്വീകരണമാണ് പറവൂരിലെയും കൊച്ചിയിലെയും പൗരാവലി ഒരുക്കിയത്. തന്നെ കുറിച്ച് ഓർത്ത് തന്നെ ചേർത്ത് പിടിക്കുന്നവർക്ക് തലകുനിക്കേണ്ടി വരില്ല എന്ന് പറവൂർ ജനതയോട് പറഞ്ഞ മുഖ്യമന്ത്രി മോഹൻലാൽ അടക്കം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നിറവേറ്റുമെന്നും അധികാര പത്രാസിന് പുറകെ പോകില്ല എന്നും പറഞ്ഞു. 2 ഇടങ്ങളിൽ നടന്ന പരിപാടികളിലായി മോഹൻലാലും മമ്മൂട്ടിയും ആശംസകളുമായി നേരിട്ടെത്തി. സ്വന്തം മണ്ഡലമായ പറവൂരിലും കൊച്ചി നഗരത്തിലുമായിരുന്നു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് സ്വീകരണം. നാടൊന്നാകെ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയും സുതാര്യതയും കൊണ്ടാണെന്ന് മോഹൻലാൽ. റോഡപകടങ്ങളിൽ നിന്നും മാലിന്യ പ്രശ്നങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ പറവൂരിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ലാലിന്റെ അഭ്യർത്ഥന. തന്റെ സിനിമാ കഥാപാത്രത്തിന്റെ ഹിറ്റായ ഡയലോഗ് പങ്കുവച്ച് നാടിനെ ലഹരിമുക്തമാക്കണമെന്നും താരം. എന്ന് എൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഒഴുകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കവാടത്തിൽ വരെ മയക്കുമരുന്ന് എന്ന വിപത്ത് ഇന്ന് എത്തിയിരിക്കുന്നു. ഉരുക്കുമുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്നാൽ മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. കൊച്ചിയിലെ ചടങ്ങിൽ അപ്രതീക്ഷിതമായി മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും എത്തി. ഏറെ ഉത്തരവാദിത്വം നിറഞ്ഞ പദവിയാണെന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചാണ് മമ്മൂട്ടി സംസാരിച്ചത്. എല്ലാ തരം ജനങ്ങളെയും സന്തോഷിപ്പിക്കുകയും എല്ലാ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും എല്ലാ ജനങ്ങളെ കേൾക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യത്തിന്റെയും ചുമതല ഇനി മുഖ്യമന്ത്രിക്കാണ്. ഇത് വളരെ നീതിപൂർവം നിർവഹിക്കേണ്ട നമ്മുടെ മുഖ്യമന്ത്രിക്ക് എല്ലാ അനുമോദനങ്ങളും. വോട്ടറിയെ വിമർശിച്ചു. വർഗീയതയുടെ ചിഹ്നമായിട്ടല്ല നായർ സർവീസ് സൊസൈറ്റി തുടങ്ങിയത്. അവിടെ കസേരയിലിരിക്കുന്ന ഉന്നതൻ നായർ സമുദായത്തിലെ ഭൃത്യനായിട്ടാണോ പെരുമാറുന്നത്? അല്ല, രാജാവായിട്ടാണ്. പുഞ്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടിയതിൽ പറവൂരുകാർക്ക് അഭിമാനിക്കാമെന്ന് നടൻ സലീം കുമാർ. അദ്ദേഹം എടുത്ത വെല്ലുവിളികൾ
അതിന് അഭിനന്ദിക്കാതെ വയ്യ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ് കിട്ടും 100 സീറ്റ് കിട്ടുമെന്ന് എല്ലാ പതക്ക സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ ഒരു ചങ്കൂറ്റം കൊണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം വി.ഡി. സതീശന്റെ ആദ്യ വരവാണ് പറവൂരിലേക്ക്. ആദരവിനും ആശംസകൾക്കും മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വികാരാധീനനായാണ് സംസാരിച്ചത്. തനിക്ക് വോട്ട് ചെയ്യാത്തവർ പോലും തനിക്കു വേണ്ടി പ്രാർത്ഥിച്ചു. എന്നെക്കുറിച്ചോർത്ത് ആർക്കും തല കുനിക്കേണ്ടി വരില്ല. പത്രാസിന് പുറകെ പോകില്ല. ഈ നാടിനെയും നിങ്ങളെയും മറക്കില്ലെന്നും പറവൂരുകാരോട് മുഖ്യമന്ത്രി. ഞാൻ നിങ്ങളോട് പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ചോർത്ത് നിങ്ങൾ ഒരിക്കലും അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാക്കില്ല എന്ന്. ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് അത് ആവർത്തിക്കുന്നു. ഒരു പറവൂരുകാരനും അപമാനഭാരത്താൽ തലകുനിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്യില്ല. മന്ത്രിമാർ, എംഎൽഎമാർ, മതസാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനെത്തി. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. പറവൂരിന് മാത്രമല്ല കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. കേരളത്തിൽ ബഹുമാന്യനായ ശ്രീ മോഹൻലാൽ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഓരോ വരികളും ശ്രദ്ധിക്കുകയായിരുന്നു. അത് കേരളത്തിലെ മലയാളികളുടെ മുഴുവൻ പ്രതീകമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതൊരു സ്വപ്നമാണ്. അത് കേരളത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ, അർപ്പണബോധത്തിന്റെ മണിക്കൂറുകളും നിമിഷങ്ങളുമായിരിക്കും ഇനി വരാനിരിക്കും.